ഞാൻ കംപ്ലീറ്റ് ആക്കി. ഞാൻ പെട്ടെന്ന് റിക്കവറായി വന്നിട്ടോ. എല്ലാം ഓക്കെ ആയല്ലോ എന്നുള്ള ആശ്വസിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ എനിക്ക് അസുഖം വീണ്ടും തിരിച്ചു വരുന്നതും സ്റ്റൊമക്കിൽ തന്നെ അസുഖം വന്നിട്ട് അത് ലിവറിലോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞു കേട്ടോ. അപ്പോൾ തീർത്തും എന്താ പറയുക, ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു വല്ലാത്ത ടെൻഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി, എവിടുന്ന് നമുക്കൊരു പ്രതീക്ഷയും തന്നില്ല. അങ്ങനെ വീണ്ടും MVR ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പെട്ടെന്ന് തന്നെ അസുഖം തിരിച്ചു വന്നതിനുകൊണ്ട് ഒരുപാട് ഭാരിച്ച ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചത്. 15 ലക്ഷത്തോളം രൂപ നമ്മൾ സംഘടിപ്പിക്കണം. നമുക്ക് ആ സമയത്ത് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അയൽവക്കത്തുള്ള ചില സുമനസ്സുകളുടെ സഹായത്താൽ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ സംഘടിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പൈസ കണ്ടെത്താൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി, അതുപോലെ തന്നെ പള്ളികൾ, അമ്പലങ്ങൾ, ക്ലബ്ബ്, ഹസ്ബൻഡിൻ്റെ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, എൻ്റെ ഫ്രണ്ട്സ്. രോഗബാധിതനായ ഒരു പെൺകുട്ടിയുടെ യൂട്യൂബ് വീഡിയോയുടെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേട്ടത്. ഞാനിന്നൊരു അരമണിക്കൂറിന് മുമ്പ് ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ക്യാഷ് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 1 മാസത്തോളമായി പിന്നീട് ആ വീഡിയോ ഇട്ടിട്ട്. പിന്നീട് താഴോട്ടുള്ള ആ കമൻറ്റുകൾ നോക്കുമ്പോൾ ആ പൊന്നുമോള് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക്, വേദനയില്ലാത്ത ലോകത്തേക്ക് ആ പെൺകുട്ടി യാത്രയായി. പടച്ച റബ്ബേ, ആ പെൺകുട്ടി ഒരുപാട് വേദനകൾ കടിച്ചമർത്തുകയായിരുന്നു. നമുക്കത് പറയാൻ വളരെ എളുപ്പമാണ്. ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന വേദനകളും, വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത അവരുടെ രാത്രികളും, മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥകളുമൊക്കെയാണ് വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത്. അത്തരം ദുരിതങ്ങളിൽ നിന്നും കാരുണ്യവാനായ നാഥൻ നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഇതോരോ മനുഷ്യർ അറിയില്ല. പലതരത്തിലുള്ള രോഗങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്തരം ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ അവർ അറിയാനും കേൾക്കാനുമൊക്കെ തുടങ്ങുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടാനായി ഒരു ഗുഹയിൽ അഭയം തേടി. ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നത് കണ്ടിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കാതെ അദ്ദേഹം കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്: ലാ തഹസൻ യാ അബാബക്കർ ഇന്നല്ലാഹ മഅന. അബൂബക്കറെ, അങ്ങ് ഭയപ്പെടണ്ട, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. ഏത് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ വന്നാലും നാം ശരിയായ രൂപത്തിലുള്ള വിശ്വാസവും അതനുസരിച്ച ഉള്ള ദൈവബോധത്തോടും കൂടി ജീവിക്കുകയാണെങ്കിൽ മരണത്തോടുകൂടി വേദനയില്ലാത്ത ഒരു ലോകത്തേക്ക്, ഈ ലോകത്ത് നാം സഹിക്കുന്ന ഏത് വേദനയ്ക്കും പകരം അള്ളാഹു നമുക്ക് നൽകുന്നത് അവൻ്റെ മഗ്ഫിറത്തും അവൻ്റെ പാപമോചനവും റബ്ബിൻ്റെ അനശ്വരമായ വേദനകളില്ലാത്ത, ടെൻഷനില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ഇത്തരം വേദനകളിലും പ്രയാസങ്ങളിലും കഴിയുന്ന മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബിഹി. പടച്ച റബ്ബേ, താങ്ങാനാകാത്ത വേദനകളിൽ നിന്ന്, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ കാക്കണമേ. വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ വഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും നാഥാ റബ്ബേ നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ. വഅഫു അന്ന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ. വഗ്ഫിർ ലന. നീ ഞങ്ങളോട് പൊറുക്കണേ. വർഹംന. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. അന്ത മൗലാന. നീയാണ് ഞങ്ങളുടെ യജമാനൻ.